പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഏതാണ് ദിവസം? ഇന്ന് നവംബർ 29 വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഇന്ന് എല്ലാ പത്രങ്ങളിലും തന്നെ പ്രധാനമായിട്ട് കൊടുത്തേക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വാർത്തയാണ്. പ്രിയങ്ക ഗാന്ധി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതെ, അപ്പൊ അതാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഡ്രസ്സിനെയൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള, വസ്ത്രത്തിനെയൊക്കെ വർണ്ണിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഫസ്റ്റ് പേജിൽ തന്നെ എല്ലാ പത്രങ്ങളിലും തന്നെ കൊടുത്തിരിക്കുന്നത്. കസവെടുത്ത് ഭരണഘടന മുറുകെ പിടിച്ച് പ്രിയങ്ക. കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വദ്ര ഇനി കേരളത്തിന്റെ ഏക വനിതാ MP. വയനാട്ടിൽ നിന്നും 4 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച പ്രിയങ്ക ഇന്നലെ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സത്യപ്രതിജ്ഞ, പ്രിയങ്ക ഗാന്ധിയുടെ ആ തെരഞ്ഞെടുപ്പ് സമയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകത, ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക എന്നൊക്കെ ഉള്ളൊരു ഒരു ചർച്ചയുണ്ടായിരുന്നു. മിനിറ്റുകൾക്കകം സഹോദരനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയോടൊപ്പം അദാനി, മണിപ്പൂർ, സംബാൽ, വയനാടിന് പ്രത്യേക സഹായം തുടങ്ങിയ പ്രശ്നങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയിൽ നടത്തിയ പ്രതിഷേധത്തിന് പ്രിയങ്കയും സജീവമായി. അതായത് ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം. അപ്പൊ അത് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി പ്രത്യേകം ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു വയനാട്ടിലെ ആ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമെത്തിയാൽ ഉടനെ വയനാടിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുമെന്നാണ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ തന്നെ പറഞ്ഞത്. പിന്നെ അദാനിയുടെ പ്രശ്നം, അദാനിക്കെതിരെ US കുറ്റം ചുമത്തുന്നു, അതും അന്വേഷിക്കാനായിട്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒപ്പം ഉണ്ട്. കസവുകരയുള്ള ഓഫ് വൈറ്റ്സ് എടുത്ത് മലയാളി വേഷത്തിലാണ് പ്രിയങ്ക ലോക്സഭയിലെത്തിയത്. കേരളത്തിലേക്ക് ആയതുകൊണ്ട് കേരളത്തിന്റേതായ ഒരു വസ്ത്രശൈലി, ആ വസ്ത്രമെല്ലാം ആയിരുന്നു ഇന്നലെ പ്രിയങ്ക അണിഞ്ഞിരുന്നത്. ഭരണഘടനയുടെ ചുവപ്പ് ബൈൻഡിംഗ് ഉള്ള ചെറിയ കോപ്പി ഒരു കൈയിൽ ഉയർത്തിപ്പിടിച്ചായിരുന്നു ദൃഢപ്രതിജ്ഞ. പിന്നാലെ മഹാരാഷ്ട്രയിലെ നന്ദേദ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസിലെ രവീന്ദ്ര വസന്തറാവു ചവാനും സത്യപ്രതിജ്ഞ ചെയ്ത് ലോക്സഭാംഗമായി. പ്രിയങ്ക കൂടി എത്തിയതോടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 3 പേർ ഒരേ സമയം പാർലമെന്റിൽ അംഗങ്ങളായി. രാഹുൽ ഗാന്ധിയും ഒരു കുടുംബത്തിന്റെ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. രാഹുലും പ്രിയങ്കയും ലോക്സഭയിലും അമ്മ സോണിയാഗാന്ധി രാജ്യസഭയിലും ഒരേ സമയം ഉണ്ടാകും. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിക്ക് വേണ്ടി റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അമേഠിയിലും പ്രചാരണം നടത്തിയതിന് 20 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രിയങ്കയുടെ പാർലമെന്റിലേക്കുള്ള കന്നിപ്രവേശനം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് കന്നിപ്രവേശനം എന്നൊക്കെയാണ് അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന്റെ 5ാം വർഷമാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലോട്ട് വരുന്നത്. അപ്പം ലോക്സഭ MP ആയ സ്പീക്കർ ഓം ബിർളയ്ക്ക് മുമ്പാകെ ഹിന്ദിയിലാണ് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത്. സഹോദരൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടത്തിലുണ്ടായിരുന്നു. അതുപോലെ രാജ്യസഭ MP ആയ അമ്മ സോണിയാഗാന്ധി സന്ദർശക ഗാലറിയിലും ചടങ്ങുകൾ വീക്ഷിച്ചു. അപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്ര, മകൻ റൈഹാൻ ഇവരെല്ലാവരും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ ഹൈബീഡൻ MP ഭരണഘടന പ്രിയങ്കയ്ക്ക് കൈമാറി. പിന്നാലെ അദാനി വിഷയം അന്വേഷിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങളുടെ മുദ്രാവാക്യം തുടങ്ങി. പ്രിയങ്ക ഇവർക്കൊപ്പം ആദ്യ ദിനം തന്നെ പ്രതിഷേധത്തിൽ പങ്കാളിയായി. സോണിയയുടെ വീട്ടിൽ നിന്ന് കുടുംബസമേതം സത്യപ്രതിജ്ഞ ചെയ്തതായി പുറപ്പെടുമ്പോൾ പുഷ്പവൃത്തിയോടെയാണ് പ്രിയങ്കയെ പ്രവർത്തകർ വരവേറ്റത്. മുമ്പ് ഇന്ദിരാഗാന്ധിക്ക് കേരളാവേശം അണിഞ്ഞ പാർലമെന്റിൽ സെൻട്രൽ ഹാളിലെത്തിയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രിയങ്കയെ ഖാർഗെ അനുഗ്രഹിച്ചു. അപ്പം പ്രിയങ്ക ഗാന്ധി ഇപ്പം വയനാടിന്റെ MP ആയിട്ട്, അതുമാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭ MP കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. അപ്പം ആ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. പിന്നെ കന്നി തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ ഒരു വൻ വിജയം കൂടിയാണ് പ്രിയങ്ക ഗാന്ധി നേടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം തന്നെ പ്രിയങ്ക ഗാന്ധി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രിയങ്ക ഗാന്ധി ഇനി വയനാടിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, പ്രിയങ്ക ഗാന്ധി പറയുന്നത് ജനങ്ങളുടെ ശബ്ദമായിരിക്കും ഇനി, അങ്ങനത്തെ ഒരു രീതി. അതായത് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി ചെയ്യും എന്നുള്ള പോലെയാണ്. പാർലമെന്റിൽ ജനങ്ങളുടെ ശബ്ദമാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് കേരളത്തിന്റെ വയനാട് MP പ്രിയങ്ക ഗാന്ധി. നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന് നന്ദിയുണ്ട്. പ്രിയങ്കയ്ക്ക് അറിയാമായിരിക്കുമല്ലോ, പ്രിയങ്ക ഗാന്ധിക്ക് ഉറപ്പായിട്ടും അവരിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവരെ വിജയിപ്പിച്ചതെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ്. അപ്പം അതനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ വിജയം നിങ്ങളുടെ വിജയമാണെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുവെന്ന് കാലക്രമേണ ഞാൻ ഉറപ്പാക്കും.
അതായത് അവര് തെരഞ്ഞെടുത്തത് ഒരിക്കലും തെറ്റിയിട്ടില്ല എന്നുള്ളത് കാലക്രമേണ ഉറപ്പിക്കുക തന്നെയാണ് പ്രിയങ്ക പറയുന്നത്. നിങ്ങളെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മനസ്സിലാക്കുകയും നിങ്ങൾക്കായി പോരാടുകയും ചെയ്യും. പാർലമെന്റിൽ നിങ്ങളുടെ ശബ്ദമാകാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അവർക്ക് എന്താണോ ആവശ്യം അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് തന്നെയാണ്. പ്രിയങ്ക സമൂഹ മാധ്യമമായ എക്സിലെ കുറിച്ചു ഇത് പറഞ്ഞ കാര്യങ്ങളാണ്. ലോക്സഭയിൽ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അമ്മ സോണിയാഗാന്ധി, സഹോദരൻ രാഹുൽ, ഭർത്താവ് റോബർട്ട് വാദ്ര, മക്കളായ മിറായ, റൈഹാൻ തുടങ്ങിയവരും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും എത്തിയിരുന്നു. മുതിർന്ന മന്ത്രിമാരും നേതാക്കളും ഉൾപ്പെടെ ഭൂരിപക്ഷം എംപിമാരും സന്നിഹിതരായിരുന്നു. വയനാട്ടിൽ നിന്നുള്ള MLA-മാരായ സിദ്ദിഖ് MP, അനിൽകുമാർ, IC ബാലകൃഷ്ണൻ, KL പൗലോസ് എന്നിവരും UDF നേതാക്കളായ ND അപ്പച്ചൻ, KL പൗലോസ് തുടങ്ങിയവരും പ്രിയങ്കയെ അഭിനന്ദിക്കാൻ ഡൽഹിയിലെത്തിയിരുന്നു. അപ്പം പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് നോക്കാം വയനാടിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന്. അതെ. പിന്നെ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ന്യൂസാണ്, വിഴിഞ്ഞം അദാനിയുമായി പുതിയ ധാരണ, വരുമാനം വൈകില്ല. ഇന്നലെ നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേന്ദ്രം കോടികൾ അനുവദിച്ചെന്നുള്ളത്. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള വരുമാന വിഹിതം 2030 മുതൽ തന്നെ കേരളത്തിന് ലഭിക്കും. ഭാവി വികസനം ഉറപ്പാക്കാനും അനുബന്ധക്കാർ സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പം വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള വരുമാന വിഹിതം കേരളത്തിന് 2034 മുതൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും ഒപ്പുവെച്ചിട്ടുണ്ട്. തുറമുഖം പ്രവർത്തനം ആരംഭിച്ച് 15-ാം വർഷമായ 2034 മുതലാണ് വരുമാനത്തിൽ നിന്നുള്ള വിഹിതം സർക്കാരിന് ലഭിക്കേണ്ടത്. അപ്പോൾ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചിട്ട് 16-ാം വർഷമായ 2034 മുതലാണ് ഇതിൽ നിന്നുള്ള വരുമാനം കേരളത്തിന് പ്രധാനമായിട്ട് ലഭിക്കേണ്ടത്. എന്നാൽ പ്രവർത്തനം തുടങ്ങാൻ 5 കൊല്ലം വൈകിയതിനാൽ അദാനി ഗ്രൂപ്പ് 2039 മുതൽ വരുമാന വിഹിതം നൽകിയാൽ മതിയായിരുന്നു. സർക്കാരിന് വരുമാന നേട്ടം ഉണ്ടാകുന്നത് ആദ്യം വിഭാവനം ചെയ്തിരുന്നതിനേക്കാൾ നേരത്തെയാകുമെന്ന് മന്ത്രി VN വാസവൻ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർമ്മാണ കരാർ പ്രകാരം അദാനി തുറമുഖ കമ്പനികൾ കൈമാറേണ്ട ഭൂമി സമയബന്ധിതമായി ഏറ്റെടുത്തു കൊടുക്കാൻ കഴിയാത്തതുമൂലം 30 കോടിയോളം രൂപ നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും. പുതിയ ധാരണയനുസരിച്ച് സർക്കാർ അത് നൽകേണ്ടതില്ല. നിലവിൽ പ്രതിവർഷം 10 ലക്ഷം കണ്ടെയ്നർ കൈകാര്യശേഷി. അപ്പോൾ 2028 നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 30 ലക്ഷമാവും. ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി 45 ലക്ഷം വരെ ഉയരും. നിർമ്മാണ കരാർ പ്രകാരം 408.90 കോടിയായിരുന്നു സംസ്ഥാന VGF വിഹിതമായി കമ്പനിക്ക് നൽകേണ്ടിയിരുന്നത്. പുതിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇത് 365.10 കോടിയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഇതിൽ 189.90 കോടി നൽകിയാൽ മതി, ബാക്കി നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക്. അപ്പോൾ 2039 പകരം 2034 തന്നെ സംസ്ഥാനത്തിന് വരുമാന വിഹിതം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 2, 3 ഘട്ടങ്ങളായിട്ട് ചെലവ് കമ്പനി തന്നെയായിരിക്കും ഇതിനകത്ത് വഹിക്കുന്നത്. അപ്പോൾ തുറമുഖത്തിൻ്റെ 2, 3, 4 ഘട്ടങ്ങളുടെ വികസനത്തിനായി 10,000 കോടി രൂപ ചെലവ് കണക്കാക്കിയിട്ടുണ്ട്. ഇത് അദാനി കമ്പനിയായിരിക്കും വഹിക്കുന്നത്. നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിൽ അദാനി കമ്പനിക്ക് 2028 തിരികെ നൽകേണ്ട 175.2 കോടി കണ്ടെത്താൻ സർക്കാരിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ പദ്ധതിയുടെ സാധ്യത പഠന റിപ്പോർട്ട് അനുസരിച്ച് 40 വർഷ കരാർ കാലയളവിൽ ഏകദേശം 54,750 കോടി രൂപ മൊത്ത വരുമാനം ഉണ്ടാകും. അതിൽ ഏകദേശം 63,000 കോടി സംസ്ഥാനത്തിന് ലഭിക്കുകയും ചെയ്യും. എന്നാൽ 2028 ശേഷി വർദ്ധിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ മൊത്ത വരുമാനം 2,15,000 കോടി രൂപയാകുമെന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ എന്തായാലും കേരളത്തിന്, അതായത് വിഴിഞ്ഞം അദാനിയുമായിട്ട് ഇപ്പം ധാരണ ഏർപ്പെട്ടിരിക്കുകയാണ്. വൈകത്തില്ല എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ 2034 ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇനിയും അതിന് വൈകില്ല എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. 2039 വരെ 2034 തന്നെ സംസ്ഥാനത്തിന് വരുമാന വിഹിതം ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, സ്കൂൾ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ്. അപ്പം നമ്മൾ കുറേ നാളായിട്ട് ഈ ഒരിടയ്ക്ക് മൊത്തം ഈ ആനയുടെ പ്രശ്നങ്ങളായിരുന്നു കൂടുതലും. കാരണം ആന, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, അങ്ങനെ കുറെ പടയപ്പ. ഇപ്പോഴത്തെ പടയപ്പ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം സ്കൂൾ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ. കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാടിയിരിക്കും. അപ്പോൾ ബസ്സിലുണ്ടായിരുന്നത് 40 കുട്ടികളാണ്. ആനയുടെ മുമ്പിൽപ്പെട്ട ബൈക്ക് യാത്രികർക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ
സ്കൂൾ ബസ് പടയപ്പ കാട്ടാനയുടെ മുമ്പിൽപ്പെട്ടു. അതായത് കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാടിരിക്കെ. മാട്ടുപ്പെട്ടി കൊരണ്ടിക്കാടുള്ള സ്വകാര്യ സ്കൂളിലെ ബസ്സാണ് കാട്ടാനയുടെ മുമ്പിൽപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ട് 4:30 സംഭവം. കുട്ടികളെ ഇറക്കുന്നതിനാൽ മാട്ടുപ്പെട്ടിയിൽ നിന്ന് സൈലന്റ് വാലിയിലേക്ക് പോകുന്ന വഴി നെടിമേടിനും കുറ്റിയാർ വാലിക്കും ഇടയിൽ വെച്ചാണ് ബസ് ആനയുടെ മുമ്പിൽപ്പെട്ടത്. 40 കുട്ടികളാണ് ബസ്സിനകത്ത് ഉണ്ടായിരുന്നത്. നേരത്തെ ബസ്സിന് മുമ്പിൽ പോയ ബൈക്ക് യാത്രികർ പടയപ്പയുടെ മുമ്പിൽപ്പെട്ടിരുന്നു. ആനയെ കണ്ട് ഭയന്ന് ബൈക്കിൽ നിന്ന് വീണ ഇവർക്ക് നിസ്സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപ്പം ആദ്യം ബൈക്കുകാരൻ വന്ന് പെട്ടിട്ടാണ് അപ്പം അവർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ സ്കൂൾ ബസ് ഇവരും കുട്ടികളെ ഇറക്കുന്നതിന് 40 കുട്ടികളായിരുന്നു. അപ്പൊ ആലോചിക്കേണ്ടതാണ്. ആനയ്ക്കൊക്കെ ആണെങ്കിലും അവർക്ക് പുറത്തിറങ്ങണം എന്നൊരു ഇതുണ്ട്. ഇപ്പൊ തന്നെ ആനയുടെ പ്രശ്നം വലിയൊരു ചർച്ചയായേക്കുവാ. അതെ അതെ. ഇപ്പൊ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പത്രങ്ങളിലെല്ലാം നിറയുന്നുണ്ട്. ആനയ്ക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്കൊരു 3 മീറ്റർ അകലത്തിലെ ഇപ്പൊ എഴുന്നള്ളത്തിനൊക്കെയാണ് നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇപ്പത്തെ പടയപ്പയുടെ കാര്യം വീണ്ടും തിരിച്ച് കുട്ടികളുടെ മുമ്പിൽ, അതായത് സ്കൂൾ ബസ്സിന് മുമ്പിലാണ് പടയപ്പ വീണ്ടും വന്നേക്കുന്നത്. അതിനു മുമ്പൊരു ബൈക്ക് യാത്രക്കാരൻ ഇതിന് പടയപ്പയുടെ മുമ്പിൽ പെട്ടെങ്കിലും നിസ്സാര പരിക്കുകളോടുകൂടി അവർ രക്ഷപ്പെട്ടു. അപ്പം തൊട്ട് പിന്നാലെയാണ് സ്കൂൾ ബസ് എത്തിയത്. ബസ് എത്തിയതോടെ ബൈക്ക് യാത്രൻ ബൈക്ക് ഉപേക്ഷിച്ച് ബസ്സിന് പിന്നിലേക്ക് ഓടി മാറി രക്ഷപ്പെട്ടു. അപ്പോൾ ബസ് വന്നുകൊണ്ട് ബൈക്ക് യാത്രയും രക്ഷപ്പെട്ടു. എന്നാൽ പടയപ്പ തുമ്പിക്കൈ ഉയർത്തി ബസ്സിന് നേരെ പാഞ്ഞു ചെന്നു. ഇതോടെ കുട്ടികൾ ഭയന്ന് നിലവിളിച്ചു. അതപ്പോൾ നമ്മൾ എന്താണേലും നമുക്ക് പേടിയാകും. കാരണം അതെ. പിന്നെ എന്നാൽ ഡ്രൈവർ സമയോചിതമായി ബസ് പിന്നോട്ട് എടുത്തതിനാൽ അപകടമുണ്ടായില്ല. പിന്നീട് പടയപ്പ സ്വയം കാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷമാണ് ബസ് കടന്നുപോയത്. അപ്പം പടയപ്പ തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തിയപ്പോൾ തന്നെ ഡ്രൈവർ പുറകോട്ട് ബസ് എടുത്തു. എന്നിട്ട് പടയപ്പ പിന്നീട് കാട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഡ്രൈവർ അവിടെ ഒന്ന് പതറിയിരുന്നെങ്കിൽ 40 കുട്ടികളും ഡ്രൈവറും. അതെ, അതൊക്കെ ഒരു നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തൊരു ദുരന്തം തന്നെയാണ്. കറക്റ്റ് സമയത്ത് പുറകോട്ട് എടുത്തു ബസ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പടയപ്പ മറയൂർ മേഖലയിൽ നിന്ന് മൂന്നാറിലെത്തിയത്. ആനപ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്ന വാഹനങ്ങൾ തകർക്കുന്നത് പ്രദേശത്ത് കൃഷിയൊക്കെ നശിപ്പിക്കുന്നത് ഒരു പതിവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പടയപ്പ ഉൾപ്പെടെയുള്ള പ്രശ്നക്കാരായ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ അരിക്കൊമ്പൻ്റെ ഒക്കെ കേസ് നമ്മൾ ഭയങ്കര വിവാദമായിരുന്നു. കുറേ ആൾക്കാർ പറഞ്ഞതിന് ശേഷമാണ് അരിക്കൊമ്പനൊക്കെ വിട്ടത്. അപ്പം അതിനുശേഷം ഇപ്പം വീണ്ടും ആനയുടെ പ്രശ്നം വരികയാണ്. അപ്പം അതിനൊരു സർക്കാർ എന്താണേലും ഒരു നടപടി എടുക്കണമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് പേരുടെ ജീവൻ വെച്ചുള്ളതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിൽ ഇപ്പം വനപ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ ഇറങ്ങാൻ പോലും ആളുകൾക്ക് പേടിയായിരുന്നു. പല സ്ഥലങ്ങളിലും ഒരു ഇത്ര മണിക്ക് ശേഷം യാത്ര അനുവദിക്കുന്നില്ല. എന്നാൽ കൂടി നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പകൽ സമയത്താണെങ്കിലും ഇപ്പൊ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇതുപോലെ ആനയൊക്കെ പുറത്തു വരുമ്പോൾ അത് അവർക്ക് എത്രത്തോളം ഇപ്പൊ ഡ്രൈവർ ആ ഒരു സമയത്ത് അതിൻ്റെതായ ഒരു ധൈര്യം കാണിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവർ പതറിപ്പോയേനെ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ. ഡ്രൈവർ കറക്റ്റ് സമയത്ത് അങ്ങനെ ബസ് പിന്നിലോട്ട് എടുത്തുകൊണ്ടാണ് 40 കുട്ടികളും ഡ്രൈവറും ആണെന്ന് ഓർക്കണം. അപ്പം അത്രയും പേര്. അപ്പം ആനയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ പിള്ളേരാണെങ്കിലും പേടിച്ചു. നമ്മൾ എല്ലാവർക്കും പേടി വരും ആനയൊക്കെ ഞാൻ കാണുമ്പോൾ തന്നെ. അതിന് നല്ലൊരു തീരുമാനം നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെയാണ്. അപ്പൊ കാട്ടാന പടയപ്പ ഉൾപ്പെടെ കുറെ ആനകൾ ഇങ്ങനെ പ്രശ്നക്കാരായിട്ടുണ്ട്. അപ്പൊ അവരെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് സർക്കാർ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് യുക്രൈൻ വൈദ്യുതി നിലയങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യൻ ആക്രമണം. ഇത് 10 ലക്ഷത്തിലേറെ വീടുകളിൽ വൈദ്യുതി മുടങ്ങി. ഇപ്പം മഞ്ഞുകാലം അടുത്തതോടെ യുക്രൈൻ്റെ വൈദ്യുതി നിലയങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യ. 200ഓളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വ്യാഴാഴ്ച നടത്തിയ ആക്രമണത്തിൽ 10 ലക്ഷത്തിലേറെ വീടുകളിൽ വൈദ്യുതി മുടങ്ങി. അതായത് ഇപ്പം മഞ്ഞുകാലം അടുത്തതോടെ യുക്രൈൻ്റെ വൈദ്യുതി നിലയങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ റഷ്യ. അപ്പോൾ 200ഓളം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വ്യാഴാഴ്ച നടത്തിയ ആക്രമണത്തിൽ 10 ലക്ഷത്തിലേറെ വീടുകളിലാണ് വൈദ്യുതി മുടങ്ങിയത്. അപ്പോൾ 2 ആഴ്ചക്കിടെ വൈദ്യുതി ഗ്രിഡിനെ ലക്ഷ്യമാക്കി റഷ്യ നടത്തുന്ന രണ്ടാമത്തെ വലിയ വ്യോമാക്രമണമാണിത്. അപ്പം 2 ആഴ്ചക്കിടയിൽ വൈദ്യുതി ഗ്രിഡിനെ ലക്ഷ്യമാക്കിയിട്ട് റഷ്യ നടത്തുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണിത്. ഗീവ്, ഹാർക്കീവ്, റിബ്നെ, തുടങ്ങിയ യുക്രൈന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമുള്ള ഒട്ടേറെ നഗരങ്ങളിൽ ആക്രമണമുണ്ടായി. വൈദ്യുതി മുടങ്ങിയതിനാൽ ജനങ്ങൾക്ക് ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചാർജ് ചെയ്യാൻ പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങാൻ പ്രാദേശിക ഭരണകൂടം ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്.
അപ്പം ക്ലസ്റ്റർ ബോംബുകൾ പിടിപ്പിച്ച കാലിബർ ക്രൂസ് മിസൈലുകൾ റഷ്യ ഉപയോഗിച്ചെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒട്ടേറെ ചെറുബോംബുകൾ ചേരുന്നതാണ് ഈ ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നത്. അപ്പം പല ബോംബുകളായി പൊട്ടിത്തെറിച്ച് ഒരു വലിയ പ്രദേശത്ത് നാശം വിതയ്ക്കാൻ ഇതിന് കഴിയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറേ ചെറു ബോംബുകൾ ചേർന്നിട്ടുള്ളതാണ് ഇത്. അപ്പോൾ പല ബോംബുകളായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഒരു വലിയ പ്രദേശത്ത് കൂടുതലായിട്ട് നാശം വിതയ്ക്കാൻ ഇതിലൂടെ കഴിയും. അപ്പോൾ ഇവയിൽ ചില ബോംബുകൾ പൊട്ടാതെ കിടന്ന് ആക്രമണശേഷവും അപകടവും ഉണ്ടാക്കും. അപ്പം 100 ഡ്രോണും 90 മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈനിലെ 17 കേന്ദ്രങ്ങൾ റഷ്യൻ സേന ആക്രമിച്ചെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവകാശപ്പെട്ടു. 76 ക്രൂസ് മിസൈലുകളും 3 മറ്റു തരം മിസൈലുകളും 32 ഡ്രോണുകളും വെടിവെച്ചിട്ടില്ലെന്ന് യുക്രൈൻ വ്യോമസേനയും പറഞ്ഞു. അപ്പം മഞ്ഞുകാല ആക്രമണത്തിനായി റഷ്യ ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകൾ സംരംഭിക്കുന്നതിനായി യുക്രൈൻ അധികൃതർ ഈയിടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ വൈദ്യുത ഗ്രിഡുകളെ ലക്ഷ്യമിടാനിതെന്നും അവർ പറയുകയും ചെയ്തു. മൂന്നാം വർഷത്തോടുകൂടി യുദ്ധത്തിന് യുക്രൈൻ ഊർജ്ജ ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ പകുതിയും തകർന്നു. വൈദ്യുതി മുടക്കം പതിവാണ്. സമീപവാസികളിൽ കൂടുതൽ പട്ടാളക്കാരെയും പടക്കോപ്പുകളും ഇറക്കി കിഴക്കൻ മേഖലയിൽ യുക്രൈൻ സൈന്യത്തെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് റഷ്യ. 2 ദിവസത്തിനിടെ 100-ലേറെ മിസൈലുകളും 466 ഡ്രോണുകളും യുക്രൈനിലേക്ക് അയച്ചെന്നും US നിർമ്മിത മിസൈലുകൾ റഷ്യൻ മണ്ണിൽ ഉപയോഗിച്ചത് തിരിച്ചടിയായെന്നും പുടിൻ പറഞ്ഞു. അപ്പം എത്രയും 10 ലക്ഷത്തിലേറെ മുടങ്ങിയിരിക്കുകയാണ്. ഫോൺ ചാർജ് ചെയ്യാൻ പോലും അതെ. അപ്പം അതിന് കേന്ദ്രം ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവർക്ക് ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ചാർജ് ചെയ്യാനായിട്ട് പ്രത്യേക കേന്ദ്രം തുടങ്ങണമെന്ന് ഭരണകൂടം ഇപ്പോൾ ഉത്തരവിട്ടിട്ടുമുണ്ട്. അപ്പം അത് വൈദ്യുതി ഇല്ലാത്ത കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും വൈദ്യുതി അത്യാവശ്യമാണ്. നമുക്കിപ്പോ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാത്ത എല്ലാ കാര്യങ്ങളും ഫോണിനകത്താണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഫോൺ പോലും ചാർജ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഒരു വെളിച്ചം ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരുണമായിട്ടുള്ള കാര്യമാണ്. അപ്പം 10 ലക്ഷത്തിലേറെ വീടുകളിലാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പം ഈ മഞ്ഞുകാലം അടുത്തതോടെയാണ് ഇവർ പ്രധാനമായിട്ട് ഈ റഷ്യ വൈദ്യുതി നിലയങ്ങളെ ലക്ഷ്യമാക്കിയിട്ട് ഈ ആക്രമണം നടത്തുന്നത്. അപ്പം എന്താണേലും അതിനെതിരെ നടപടി എടുക്കട്ടെ എന്ന് പറഞ്ഞു. അതെ. അടുത്തെന്താ? ഇപ്പം കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. ഇന്ത്യയുടെ K4 അന്തർവാഹിനി ആണവ മിസൈൽ വിജയം. ചൈനയെ അന്തർവാഹിനി മിസൈൽ പരിധിയിലാക്കി. അതായത് പാകിസ്ഥാനെയും ചൈനയും കടലിൽ നിന്ന് പ്രഹരപരിധിയിലാക്കുന്ന ആണവ അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇതോടെ കടലിലും ഇന്ത്യയുടെ ആണവ പ്രഹര ശേഷി ലോകശക്തികൾക്കൊപ്പമായി. INS അരിക്കത്ത് ആണവ അന്തർവാഹിനി നിന്ന് K4 ആണവ ബാലിസ്റ്റിക് മിസൈലാണ് പരീക്ഷണ വിജയം നേടിയത്. അപ്പം ബംഗാൾ ഉൾക്കടൽ പ്രഹരപരിധിയായ 3500 കിലോമീറ്ററും താണ്ടി ലക്ഷ്യം ഭേദിച്ചു. പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനയുടെ മിക്ക ഭാഗങ്ങളും K4 മിസൈലിന്റെ പ്രഹരപരിധിയിൽ വരും. കരയിലും കടലിലും ആകാശത്ത് നിന്ന് ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള അപൂർവം രാജ്യങ്ങളുടെ നിരയിൽ ഇതോടെ ഇന്ത്യയും സ്ഥാനമുറപ്പിച്ചു. അപ്പോൾ കരയിലും കടലിലും ആകാശത്ത് നിന്ന് ആണവായുധം, അപ്പം കരയിലും കടലിലും പിന്നെ ആകാശത്ത് നിന്നും ആണവായുധം പ്രഹരിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളുടെ ഈ പട്ടികയിൽ ഇപ്പം ഇന്ത്യയും ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പം അമേരിക്ക, റഷ്യ, ചൈന എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ. ഇസ്രയേലിനും ഈ ശേഷി ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പം അമേരിക്കയും റഷ്യയും ചൈനയുമാണ് ഇന്ത്യ കൂടാതെയുള്ള മറ്റ് രാജ്യങ്ങൾ. പിന്നെ ഇസ്രയേലിനും ഈ ശേഷി ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. പിന്നെ 5000 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള K5 ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പണിപ്പുരയിലാണിപ്പോൾ ഇന്ത്യ ഉള്ളത്. അപ്പം K4 വിജയം കണ്ടപ്പം K5 അതിൻ്റെ നിർമ്മാണത്തിലാണ് ഇന്ത്യ. ഇപ്പം നാവികസേനയുടെ കരുത്ത് കൂടി ആഗസ്റ്റ് 29-നാണ് INS അരിക്കത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തിൽ കമ്മീഷൻ ചെയ്തത്. അരിക്കത്തിൽ വിന്യസിക്കുന്ന 3000 കിലോമീറ്റർ പ്രഹര പരിധിയുള്ള K4 ആണവ ബാലിസ്റ്റിക് മിസൈൽ ചൈനീസ് ഭീഷണിക്കുള്ള മറുപടിയാണ്. മിസൈൽ വികസിപ്പിച്ച DRDO 2010-2020 കാലത്ത് കടലിനടിയിൽ നിന്ന് 6 പരീക്ഷണ വിക്ഷേപണങ്ങൾ നടത്തിയിരുന്നു. അന്തർവാഹിനിയിൽ നിന്നുള്ള ആദ്യ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നത്. അപ്പം ഇന്ത്യയുടെ ആദ്യ ആണവ അന്തർവാഹിനി INS അരിഹത്തിലെ 750 കിലോമീറ്റർ പരിധിയുള്ള K-50 മിസൈലിന്റെ പരിഷ്കൃത രൂപമാണിത്. K-50 മിസൈൽ പരിധിയിൽ പാകിസ്ഥാന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് വരുന്നത്. അപ്പം ഇന്ത്യയും കരയിലും കടലിലും ആകാശത്ത് നിന്നും ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള അപൂർവ രാജ്യങ്ങളൊന്നായിട്ട് ഇപ്പം ഇന്ത്യയും ഇതിനകത്ത് സ്ഥാനം നേടിയിരിക്കുകയാണ്.
അടുത്തത് മാതൃഭൂമി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന ഒരു ന്യൂസാണ്. CPM ലോക്കൽ സമ്മേളനത്തിൽ സംഘർഷം. ഇന്നലെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. കാര്യം ലൈവിലൊക്കെ ഭയങ്കര അരിച്ചെന്നൊരു വാർത്തയാണ്. CPM ലോക്കൽ സമ്മേളനത്തിൽ സംഘർഷമുണ്ടായത്. CPM കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ വാക്കേറ്റവും സംഘർഷവും. സംസ്ഥാന സമിതി അംഗങ്ങളായ K. രാജഗോപാൽ, K. സോമപ്രസാദ് എന്നിവരെ സമ്മേളന വേദിയിൽ പൂട്ടിയിട്ടു. വ്യാഴാഴ്ച രാത്രി 10ഓടെയാണ് സംഭവം. പാനൽ അവതരിപ്പിച്ചതോടെ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി. എല്ലായ്പ്പോഴും ഇങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഒരു വിഭാഗം എപ്പോഴും പ്രതിഷേധമായിട്ട് വരും പാനലൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത്. പാനൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു എതിർത്തവരുടെ നിലപാട്. മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല. ഇതോടെയാണ് പ്രതിഷേധമുയർന്നത്. നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവും ഉയർന്നു. ഇതിനിടെ സമ്മേളന വേദിക്ക് വെളിയിലുണ്ടായിരുന്ന ചിലർ കെട്ടിടത്തിന്റെ ഗേറ്റ് പൂട്ടി. ഒരുപാട് കാര്യങ്ങൾ, അതായത് റൂം പൂട്ടിയിട്ടതും ഗേറ്റ് പൂട്ടിയിട്ട് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പാനൽ അംഗീകരിക്കാൻ അവർക്ക് പറ്റിയില്ല. അവർ ആഗ്രഹിച്ച ചില വ്യക്തികളും അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമൊക്കെയാണ്. പക്ഷെ അതില്ലാത്ത പക്ഷം അവിടെ ഒരു വലിയൊരു പ്രതിഷേധമാണ് ഉയർന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സമിതി അംഗങ്ങളെ ഉൾപ്പെടെ പുറത്തുവിടാൻ ഇവർ തയ്യാറായില്ല. ഇതോടെ രംഗം വഷളായി. പിന്നീട് സമ്മേളന പ്രതിനിധികൾ എത്തിയാണ് നേതാക്കളെ പുറത്തെത്തിച്ചത്. അതേസമയം പ്രതിഷേധം മുന്നിൽ കണ്ട് ഗേറ്റ് അകത്തുനിന്ന് പൂട്ടുകയായിരുന്നെന്ന് ഔദ്യോഗിക പക്ഷത്തുള്ളവർ പറയുന്നു. പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളൊരു മുൻകരുതലോടുകൂടി ഗേറ്റ് പൂട്ടിയെന്നാണ് പറയുന്നത്. പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പോടുകൂടി തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു പാനൽ വരുമ്പോൾ. അവർക്ക് എല്ലാത്തിനും ഏകദേശം ഒരു മുൻധാരണ ഉണ്ടാവുമല്ലോ. പുറത്തു നിന്നവരും നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഏകപക്ഷീയമായ നടപടികളാണ് സമ്മേളനത്തിൽ ഉണ്ടായതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു പ്രതിഷേധിച്ചവരുടെ നിലപാട്. രാത്രി വൈകിയും സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധം ഒരുപാട് സമയം നീണ്ടു നിന്നിട്ട് രാത്രി വൈകിട്ടും ആ പ്രതിഷേധം അവിടെ തുടർന്നു എന്നുള്ളതാണ്. മത്സരം ഉണ്ടായതിനെ തുടർന്ന് നിർത്തിവെച്ച സമ്മേളനമാണ് വ്യാഴാഴ്ച വീണ്ടും ചേർന്നത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ കുറച്ചു നാളായി വിഭാഗീയത രൂക്ഷമാണ്. അവിടെ കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റിയിൽ കുറച്ചു നാളായിട്ട് ഈ വിഭാഗീയത കുറച്ച് രൂക്ഷമാണ്. കുറച്ചു നാളായിട്ട് ഇപ്പോൾ പല സ്ഥലത്തും ഇതുപോലെ ഇങ്ങനെ പ്രതിഷേധങ്ങൾ, അതായത് വിഭാഗീയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം രൂക്ഷമായിട്ട് ഇങ്ങനെ ഒരു പാർട്ടിക്കിടയിൽ തന്നെ പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴായിട്ട് പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ പാനൽ അവതരിപ്പിച്ചപ്പോൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല. തങ്ങൾ പ്രതീക്ഷിച്ച കുറച്ച് വ്യക്തികളുടെ പേരുകളൊന്നും അതിനകത്ത് വന്നിട്ടില്ല. അതിനെ തുടർന്ന് ആണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇത് സംഭവിച്ചിരിക്കുന്നത് കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. സംസ്ഥാന സമിതി അംഗങ്ങളെയൊക്കെ പൂട്ടിയിട്ടു. അങ്ങനെ ഒരു വലിയൊരു ചർച്ചയായതായിരുന്നു ആ സംഭവം. അടുത്ത നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. മറ്റേ ബംഗ്ലാദേശിൽ വീണ്ടും യുദ്ധഭൂമി, അവർ വീണ്ടും കലാപത്തിലോട്ട് കടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ട് ജയശങ്കർ, ബംഗ്ലാദേശ് സംഘർഷം ഇടപെടാൻ കേന്ദ്രം. അപ്പോൾ ബംഗ്ലാദേശിൽ ഇന്നലെ ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതായിട്ട് ബംഗ്ലാദേശിൽ വലിയ രൂക്ഷമായിട്ടുള്ള കലാപമായിരുന്നു ഇന്നലെയൊക്കെ നടന്നത്. അപ്പം അതിൽ ഇടപെടാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ബംഗ്ലാദേശിൽ ഹിന്ദുമത പുരോഹിതൻ ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റും ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇടപെടാൻ ഇന്ത്യ. അപ്പം ബംഗ്ലാദേശിലെ ഹിന്ദുമത പുരോഹിതനായ ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് ചെയ്തിരുന്നു. അതും പിന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇടപെടാനായിട്ട് ഇന്ത്യ ഒരുങ്ങുകയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. വിഷയത്തിൽ ജയശങ്കർ ഇന്ന് പാർലമെന്റിൽ പ്രസ്താവന നടത്തിയേക്കും. ഇറ്റാലിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനു ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തിയതാണ് ജയശങ്കർ മോദിയെ കണ്ടത്. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾക്ക് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായിട്ട്, അപ്പം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെല്ലാം നരേന്ദ്രമോദിയെ ധരിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അറസ്റ്റിൻ്റെ അന്യായം എന്ന് പറഞ്ഞാൽ ചിന്മയ് ദാസിനെ ബംഗ്ലാദേശ് ഭരണകൂടം അന്യായമായാണ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കണമെന്നും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്ത്.
അപ്പോൾ അവാമി ലീഗ് പാർട്ടി ഇന്നലെ എക്സിലൂടെയാണ് പ്രസ്താവന പുറത്തുവിട്ടത്. സംഘർഷങ്ങൾക്കിടയിൽ അഭിഭാഷകൻ കൊലപ്പെട്ടതിനെ ഹസീന അപലപിച്ചു. സംഭവം മനുഷ്യാവകാശ ലംഘനമാണ്. ഭരണഘടനാ വിരുദ്ധമായി രാജ്യത്തെ അധികാരം പിടിച്ചെടുത്തവർ പരാജയമാണ്. മതസ്വാതന്ത്ര്യം, ആളുകൾക്ക് ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ഇന്ത്യയിൽ തുടരുന്ന ഹസീന വ്യക്തമാക്കി. അപ്പം ഇത് ബംഗ്ലാദേശ് ഭരണകൂടം അന്യായമായാണ് അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കണമെന്നുമാണ് ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന പറയുന്നത്. പിന്നെ അതിനിടെ ഇസ്കോണിനെ നിരോധിക്കാൻ സ്വമേധയാ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് കാട്ടി ഒരു അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിക്കെതിരെ ഹൈക്കോടതി തള്ളുകയുണ്ടായി. സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും സ്വമേധയാ ഇടപെടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അപ്പം സർക്കാർ അതിനനുയോജ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും സ്വമേധയാ ഇടപെടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ക്രമസമാധാന നില വഷളാകുന്നതിനേക്കാൾ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. ചിറ്റാഗോങ്, രാഗ്പൂർ നഗരങ്ങളിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സംഘർഷങ്ങളിൽ സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും ഇസ്കോണിനെ ഉടൻ നിരോധിക്കണമെന്ന് പറയാനാകില്ലെന്നും അറ്റോർണി ജനറലും അറിയിച്ചു. അപ്പം അറസ്റ്റ് അന്യായമാണെന്നാണ് ഹസീന പറയുന്നത്. പിന്നെ ഇസ്കോണിൻ്റെ നിരോധനം കോടതി തള്ളുകയും ചെയ്തു. അപ്പം ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സർക്കാരിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പാർലമെന്റിൽ അറിയിച്ചു. ബംഗ്ലാദേശിലെ പൗരന്മാരുടെ ജീവനും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ബംഗ്ലാദേശ് സർക്കാരിനാണെന്നും എംപിമാരുടെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകി. ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ദൈവങ്ങൾക്കുമെതിരായ ആക്രമണം വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് ഇന്ത്യ അവിടുത്തെ ഇടക്കാല സർക്കാരിന് മുന്നിൽ വിഷയം ഉന്നയിച്ചോ എന്നുമായിരുന്നു ചോദ്യം. ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ കഴിഞ്ഞ മാസങ്ങളിൽ വ്യാപകമായ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ധാക്കയിലെ പൂജാമണ്ഡലത്തിന് നേരെയുണ്ടായ ആക്രമണവും സസ്കിരയിലെ ജശോരേശ്വരി കാളിക്ഷേത്രത്തിലെ മോഷണവും ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. അപ്പം കഴിഞ്ഞിടയ്ക്ക് അവിടെ ബംഗ്ലാദേശിൽ ഒരു അമ്പലവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ ഇപ്പം ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെ അവിടെ കൂടുതൽ അദ്ദേഹം ഒരു ഹിന്ദുമത പുരോഹിതനാണ്. അപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതുപോലെ ബംഗ്ലാദേശിൽ കൂടുതൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള നടപടിയിൽ ഇന്ത്യ ഇടപെടുമെന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു നമുക്ക് ശരിക്കും കൗതുകം തോന്നിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇവ ഫ്രം ദോഹ പറന്നിറങ്ങിയ രാമചന്ദ്രന്റെ പൂച്ചക്കുട്ടി. അതായത് വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ഇവയെ ഒരു സെലിബ്രിറ്റി പരിവേഷത്തോടെയാണ് നാട് വരവേറ്റത്. കൊച്ചി വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ഇവയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പൂച്ചക്കുട്ടിയാണ്. അതൊരു സെലിബ്രിറ്റീസ് വന്നിറങ്ങുന്ന ഒരു രീതിക്കാണ് അത് പരിവേഷത്തോടെയാണ് നാട് വരവേറ്റതെന്നാണ് ന്യൂസ് പറയുന്നത്. ഇത് ജനയുഗത്തിനകത്തെ വാർത്തയാണ്. വിദേശത്തേക്ക് മൃഗങ്ങളെ അയക്കുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനും അനുമതി നൽകുന്ന ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം കൊച്ചിയിൽ ആരംഭിച്ച ശേഷം ആദ്യമായി എത്തുന്ന വളർത്തുമൃഗമാണിവ. അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ടാക്കി. ആ പൂച്ചക്കുട്ടിയെ സംബന്ധിച്ച് ആദ്യമായിട്ട് എത്തുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാനാണ് ആദ്യം വന്നത് അങ്ങനത്തെ ഒരു രീതി വരും. അതുപോലെ തന്നെ അതിന്റെ ബുദ്ധിയിൽ അത് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും അതിപ്പോ ഇന്ന് വാർത്തയിലൊക്കെ ഒരു വലിയൊരു അറിയപ്പെടുന്ന ഒരാളായിക്കോണം ഇവ എന്ന് പറയുമ്പോൾ അറിയാം ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം കൊച്ചിയിൽ ആരംഭിച്ച ശേഷം ആദ്യമായിട്ട് എത്തുന്ന ഒരാളാണ് ഇവ കൊച്ചിയിലും വളർത്തുമൃഗങ്ങളിൽ. തൃശ്ശൂർ ചേലക്കര സ്വദേശി രാമചന്ദ്രൻ നായരുടെ പച്ചയും മഞ്ഞയും കണ്ണുകളുള്ള അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കണ്ണുകൾക്ക് പച്ചയും മഞ്ഞയും കണ്ണുകളുള്ള പൂച്ചക്കുട്ടി ഇന്നലെ രാവിലെ 10:17 എയർ ഇന്ത്യയുടെ AI-954 വിമാനത്തിൽ ദോഹയിൽ നിന്നും കൊച്ചിയിലെത്തി പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് പൂച്ചക്കുട്ടിയെ പുറത്തിറക്കിയത്. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ എല്ലാ പരിശോധനകളും കഴിഞ്ഞൊരു വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്ര സമയം നമ്മൾ അതിന്റെ അങ്ങനെ തന്നെ പോകും. അതുപോലെ തന്നെ പൂച്ചക്കുട്ടിക്കും അതുപോലെ തന്നെ പരിശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പൂച്ചക്കുട്ടിയെ പുറത്തിറക്കിയത്. വിദേശത്ത് നിന്ന് വരുന്ന വളർത്തുമൃഗങ്ങൾക്ക്
ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ വിമാനത്താവളത്തിനകത്ത് തന്നെ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഇതുപോലെ ആയിരുന്നല്ലോ, വിമാനത്താവളത്തിലൊക്കെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ 15 ദിവസത്തേക്ക് നമ്മളെ ക്വാറന്റൈൻ ചെയ്യും. അതുപോലെ തന്നെ ഇതിനുള്ള പൂച്ചക്കുട്ടിയുടെ കാര്യത്തിലും പറയുന്നത്, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ 15 ദിവസം 15 ദിവസത്തിന് ശേഷം പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടാണ് ഇവയെ വിട്ടു നൽകുന്നത്. അത്രയും പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കൗതുകമുള്ളൊരു കാര്യം തോന്നും. ഇങ്ങനെ നാളെ ബെൽജിയത്തിലെ ബ്രസൽസിൽ നിന്നും ഒരു നായ്ക്കുട്ടിയും കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്നുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് അതിഥികൾ വരാനുണ്ടെന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. ഈ വർഷം ജൂലൈയിലാണ് പെറ്റ് എക്സ്പോർട്ട് സൗകര്യം സിയാലിൽ നിലവിൽ വന്നത്. ലാസ അപ്ലോ ഇനത്തിൽപ്പെട്ട ലൂക്ക എന്ന നായയാണ് കൊച്ചിയിൽ നിന്നും ദോഹ വഴി ദുബായിലേക്ക് പോയ ആദ്യ മൃഗം. എന്താ അല്ലേ, കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോയപ്പോൾ അതുങ്ങൾക്ക് കൊടുക്കുന്ന പരിചരണങ്ങളും അതുങ്ങളുടെ പ്രത്യേകതകളും എല്ലാം വിശേഷിപ്പിക്കുന്ന അതുങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പെറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സൗകര്യങ്ങളുള്ള കേരളത്തിലെ ഏക വിമാനത്താവളം കൂടിയാണ് സിയാല്. അതാണ് പറയുന്നത്. ശരിക്കും ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി എന്നൊക്കെ പറയാല്ലേ, കൗതുകമുള്ളൊരു ആട്. അതാണ്. പിന്നെ ട്രംപിന്റെ ഇപ്പം ട്രംപ് ഇനിയിപ്പോൾ ജനുവരിയിൽ അധികാരത്തിലേറാൻ പോകണം. അപ്പം ട്രംപ് പുതിയൊരു നീക്കം നടത്തുന്ന അനധികൃത മെക്സിക്കൻ കുടിയേറ്റം US അതിർത്തി അടയ്ക്കുമെന്ന് ട്രംപ്. അപ്പോൾ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളാണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നതാണ് അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറുന്നവരുടെ എല്ലാം തടയുമെന്ന് ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമേരിക്കയുടെ തെക്കൻ അതിർത്തി അടച്ച് അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ മെക്സിക്കോ സമ്മതിച്ചതായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി. എന്നാൽ അതിർത്തികൾ അടയ്ക്കുകയല്ല, മറിച്ച് സർക്കാരുകൾക്കും ജനങ്ങൾക്കുമിടയിൽ പാലങ്ങൾ പണിയുകയാണ് മെക്സിക്കോയുടെ തന്ത്രമെന്ന് പ്രസിഡന്റ് ഗ്ലോഡിയ ഷെയ്ൻബോം പാണ്ടോ പറഞ്ഞു. സുരക്ഷാ കാര്യങ്ങൾ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തെ മാനിക്കുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും സംസാരിച്ചതായും ഷെയ്ൻബോം കൂട്ടിച്ചേർത്തു. ഷെയ്ൻബോമും ട്രംപും തമ്മിലുള്ള സംഭാഷണത്തിൽ US-ലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന മാഫിയയെക്കുറിച്ച് ചർച്ച ചെയ്തതായി വൈറ്റ് ഹൗസ് വൃത്തങ്ങളും പറഞ്ഞു. അതേസമയം ട്രംപ് തന്റെ ഭീഷണി പിന്തുടരുകയാണെങ്കിൽ അമേരിക്കയിൽ ഏകദേശം 40,000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് മെക്സിക്കൻ സാമ്പത്തിക മന്ത്രി മാർസെലോ എബ്രാഡ് പറഞ്ഞു. മെക്സിക്കോയിൽ നിർമ്മിക്കുന്ന പിക്കപ്പ് ട്രാക്കുകളുടെയും US വിപണിയുടെയും സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പം അനധികൃതമായിട്ട് ഈ കുടിയേറുന്നവരുടെ മെക്സിക്കോ അതിർത്തി അടയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താണ് ട്രംപ് അതെല്ലാ രാജ്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ട്രംപ് എന്താണ് അതെങ്ങനെ മറ്റു രാജ്യങ്ങളെ ബാധിക്കും, അങ്ങനെ അപ്പം എന്താകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ട്രംപ് അനധികൃതമായി അത് മാത്രമല്ല, ഈ കുടിയേറുന്നവരിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മാഫിയ അങ്ങനെ അമേരിക്കയിൽ കൂടുതൽ അങ്ങനെ വരുന്നതെന്നൊക്കെ ട്രംപ് വാദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രംപിന്റെ ഈ നീക്കം എങ്ങനെ മറ്റു രാജ്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുമെന്ന് നമുക്ക് അനധികൃതമായിട്ടുള്ള കുടിയേറ്റങ്ങളെല്ലാം അടയ്ക്കണമെന്നുള്ള രീതിക്ക് അതിർത്തി അടയ്ക്കണമെന്നാണ് പറയുന്നത് ട്രംപ്. പിന്നെ വേറൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊരു ന്യൂസ് എന്ന് പറയുന്നത് അഖിൽ അഖിലേനി വിവാഹിതനാകുന്നു വധു സൈനബ്. അതായത് നാഗചൈതന്യയ്ക്ക് പിന്നാലെ സഹോദരൻ അഖിൽ അഖിലേനിയും വിവാഹിതനാവുകയാണ്. പ്രമുഖ വ്യവസായി സുൽഫി റവ്ജിയുടെ മകൾ സൈനബ് റവ്ജിയാണ് വധു. നാഗാർജുന ആണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. നാഗാർജുനയുടെയും അമല അക്കിനേനിയുടെയും ഇളയ മകനാണ് അഖിൽ. 39-കാരിയായ സൈനബ് ചിത്രകാരിയാണ്. ഹൈദരാബാദിലെ IZR റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സൈൻ റവ്ജിയാണ് സഹോദരൻ. അഖിലും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമടങ്ങിയ വിവാഹ നിശ്ചയ ചടങ്ങ് അക്നേനി കുടുംബ വീട്ടിലാണ് നടന്നത്. അതേസമയം നാഗചൈതന്യയുടെയും നടി ശോഭിത ദുലിപാലയുടെയും വിവാഹം ഡിസംബർ 4-ന് ഹൈദരാബാദിൽ നടക്കുമെന്നും വിവരങ്ങളുണ്ട്. അപ്പം അവർ വിവാഹം കഴിക്കാൻ പോകുന്ന അഖിൽ അഖിലേനിയും വധു സൈനബും. പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് രാജമൗലി ചിത്രത്തിൽ പൃഥ്വിരാജ് വില്ലൻ. അപ്പം മറ്റേ സലാറിനകത്തും പൃഥ്വിരാജ് വില്ലനായിരുന്നു. അപ്പം 1000 കോടി ബഡ്ജറ്റിൽ SS രാജമൗലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജാണ് പ്രതിനായകൻ. ജനുവരിയിൽ ചിത്രം ആരംഭിക്കാൻ
ജനുവരിയിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ മഹേഷ് ബാബു ആണ് നായകനായിട്ട് എത്തുന്നത്. അപ്പം മഹേഷ് ബാബു നായകനായിട്ട് എത്തുന്ന ചിത്രത്തിൽ പൃഥ്വിരാജാണ് വില്ലൻ. അപ്പൊ ശ്രീദുർഗ ആർട്സിന്റെ ബാനറിൽ കെ എൻ നാരായണനാണ് നിർമ്മാണം. സലാർ എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം തെലുങ്കിൽ പൃഥ്വിരാജ് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത്. ജനുവരിയിൽ ചിത്രീകരണം ആരംഭിക്കും. RRR ശേഷം SS രാജമൗലി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ പ്രതീക്ഷകൾ ഏറെയാണ്. അപ്പൊ RRR വലിയ ഹിറ്റായിരുന്നല്ലോ. അപ്പം അതിനുശേഷം രാജമൗലി ചെയ്യുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളുണ്ട്. ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ച സിനിമ ആയതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ഒരു വില്ലൻ വേഷത്തിൽ വരുന്നതാണ്. അതിനൊരു പ്രത്യേകത ഉണ്ടാവും. എന്തായിരിക്കും എന്നുള്ള ഒരു സസ്പെൻസ് ആണ്. നമുക്കത് നോക്കി കാണാം എങ്ങനെയാണ്. പൃഥ്വിരാജിന്റെ വില്ലനായിട്ടുള്ള രണ്ടാമത്തെ ചിത്രമാണ് തെലുങ്കിൽ. ആദ്യത്തെ സലാറായിരുന്നു. അപ്പം നോക്കാം എങ്ങനെയായിരിക്കും. അടുത്ത്, രാജ്യത്ത് 20% പെൺകുട്ടികൾ ശൈശവ വിവാഹത്തിന്റെ ഇര. ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. 20% പെൺകുട്ടികൾ ശൈശവ വിവാഹത്തിന് ഇരയാവുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക ക്യാമ്പയിന് തുടക്കം. രാജ്യത്തെ 5-ൽ 1 പെൺകുട്ടിയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. 5 വർഷത്തിനുള്ളിൽ ശൈശവ വിവാഹ നിരക്ക് 5% കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പ്രത്യേക ക്യാമ്പയിന് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ തുടക്കമായി. അതായത് ഒരു പ്രത്യേക ക്യാമ്പയിൻ വനിതാ ശിശു വികസനത്തിന്റെ നേതൃത്വത്തിൽ, അതായത് 20% പെൺകുട്ടികൾ ശൈശവ വിവാഹത്തിന് ഇരയാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ക്യാമ്പയിന് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു തുടക്കമായെന്നാണ് പറയുന്നത്. നിരക്ക് ഉയർന്ന 7 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ശൈശവ വിവാഹമുക്ത ഇന്ത്യ, അതായത് ശൈശവ വിവാഹം ഇല്ലാത്ത, അത് ശൈശവ വിവാഹമുക്ത ഇന്ത്യക്ക് പദ്ധതി, അങ്ങനെ ഒരു പുതിയൊരു ഇന്ത്യക്ക് തുടക്കം ആവട്ടെ എന്നുള്ള രീതിക്കാണ് ഇവരിങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നത്. ശൈശവ വിവാഹം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനവും ക്രിമിനൽ കുറ്റവുമാണെന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. ഇത് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് വെല്ലുവിളിയാണ്. ശൈശവ വിവാഹം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. അത് സത്യമല്ലേ? ഒരു പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു അതെ, ഇപ്പോഴും ശൈശവ വിവാഹം അത് ഈ നൂറ്റാണ്ടിൽ നിൽക്കുന്നെന്ന് പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കേരളത്തിലൊന്നുമില്ല. അതൊരു ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ക്രിമിനൽ കുറ്റവുമാണെന്ന് ക്യാമ്പയിനിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. ഇത് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് വെല്ലുവിളിയാണ്. അത് കാര്യം നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥിതിയല്ല നോർത്തിലോട്ടൊക്കെ. അപ്പൊ അവിടെ അത്രയും പ്രാബല്യത്തിലുള്ള നിയമം കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റൂ. എന്നാൽ കഴിഞ്ഞ വർഷം 2 ലക്ഷത്തോളം കുട്ടികളെ ശൈശവ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഇതുപോലെ ഇപ്പം നിയമങ്ങൾ കർശനമായിട്ട് വരാൻ നേരത്തും ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ അത്രത്തോളം ഇതിങ്ങനെ ഒരു കാര്യത്തിൽ ഇല്ല. പക്ഷെ നമ്മൾ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാമ്പയിന്റെ ഒരു പ്രസക്തി തന്നെ. അതാണ്, പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ കൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവർക്ക് കൂടുതലും ആൺകുട്ടികളോടാണ് താല്പര്യം. അങ്ങനെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ത്രിപുര, അസം, ആന്ധ്രാപ്രദേശ് തുടങ്ങി ശൈശവ വിവാഹ നിരക്ക് ഉയർന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. നമ്മൾ പറഞ്ഞത് കറക്റ്റാണ് അല്ലേ? കേരളത്തിൽ അങ്ങനത്തെ കേരളത്തിന്റെ പേര് ഇതിനകത്ത് വന്നിട്ടില്ല. കേരളത്തിൽ വന്നിട്ടില്ല. കാരണം കൂടുതലാണെങ്കിലും കേരളത്തിലും എഡ്യൂക്കേഷനുള്ള സിസ്റ്റവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ആൾക്കാർ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം എല്ലാം ഈ വടക്കൻ സംസ്ഥാനങ്ങളൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ ഈ സംസ്ഥാനങ്ങളൊക്കെയാണ് ശൈശവ വിവാഹ നിരക്ക് ഉയർന്ന സംസ്ഥാനങ്ങൾ. അത് കേന്ദ്രീകരിച്ചാണ് ഇങ്ങനത്തെ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ 300 ജില്ലകളിൽ നിരക്ക് ദേശീയ ശരാശരിക്ക് മുകളിലാണ്. ദശലക്ഷക്കണക്കിന് പെൺകുട്ടികളുടെ കഴിവുകളെ തളച്ചിടുന്നതാണ് ശൈശവ വിവാഹമെന്നും മന്ത്രി പറഞ്ഞു. ശരിയാ, നമുക്ക് പെൺകുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ അതിനെ ഒരു പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നിനക്കത് പറ്റില്ല, നിനക്കത് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഇത്ര ലിമിറ്റേഷൻസ് വെക്കുന്നത്. അതായത് രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല, കല്യാണം, വിവാഹം, കുടുംബം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റുന്നൊരു സിസ്റ്റമാണ് നടക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് തളച്ചിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി എന്നാണ് മന്ത്രി പറയുന്നത്. ശൈശവ വിവാഹ നിരോധനം നിയമം മൂലം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹത്തെ ചെറുക്കാൻ ഒരു പരിധിവരെ കഴിയുന്നുണ്ട്. ഇതുകൊണ്ട്
എന്നാൽ നിയമ സംവിധാനങ്ങൾ മാത്രം വിചാരിച്ചതുകൊണ്ട് ഇതിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്ന് മന്നപൂർണ ദേവി പറഞ്ഞു. ശരിയാ, നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇത്ര നിയമങ്ങൾ പ്രകാരം ഇങ്ങനെയൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും അത് എല്ലാവരും പക്ഷെ നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സംസ്ഥാനങ്ങളെയൊക്കെ എടുത്തു തന്നെ നമ്മള് പണ്ട് തന്നെ ശൈശവ വിവാഹം നിരോധിക്കണം, അങ്ങനെയുള്ള പല വിധത്തിലുള്ള സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും രാജ്യത്ത് 20% പെൺകുട്ടികൾ ശൈശവ വിവാഹത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദക്ഷിണേഷ്യയിലെ ശൈശവ വിവാഹ നിരക്ക് കുറഞ്ഞതായി UN അടുത്തിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ബോധവൽക്കരണം, റിപ്പോർട്ട് ചെയ്ത കേസുകൾ, പുരോഗതി വിലയിരുത്തൽ എന്നിവയ്ക്കായി ശൈശവ വിവാഹം വിമുക്ത പോർട്ടലുകളും സർക്കാർ അവതരിപ്പിച്ചു. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇങ്ങനെയുള്ളത് മുഴുവനായിട്ടില്ലാതാവട്ടെ ശൈശവ വിവാഹം. 20% അത് നമ്മള് 20% ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ ഈ കാലഘട്ടത്തിൽ 20% എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത്രയും പോലും വേണ്ട. അപ്പൊ എന്താണല്ലോ അത് ശൈശവ വിവാഹം എന്നുള്ളൊരു ഒരു സംഭവം ഇല്ലാതാകണം, പൂർണ്ണമായിട്ടും അത് ഇല്ലാതാകണം. അവരുടേതായ ഒരു സ്വാതന്ത്ര്യം, അവർ ജോലി എല്ലാം കിട്ടട്ടെ. അവരുടെ ആ ഒരു പ്രായത്തില് സ്വന്തമായിട്ട് ആണുങ്ങളെ പോലെ തന്നെ ഗേൾസും ആണെങ്കിലും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക, സ്വന്തം കാര്യം നോക്കുക, അങ്ങനെ ഒരു ഈ കാലഘട്ടത്തിൽ അങ്ങനെ വേണം. കാരണം എപ്പോഴും ആണുങ്ങളെ പണ്ടായിരുന്നു കൂടുതലും ആണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകുന്നതൊക്കെ. പക്ഷെ ഇപ്പം ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. കാരണം എല്ലാവരും കൂടുതലും സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആകുക, അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഈ ശൈശവ വിവാഹമൊക്കെ അതിന് ഏറ്റവും വലിയൊരു തടസ്സം തന്നെയാണ്. അപ്പം അത് പൂർണ്ണമായിട്ടും രാജ്യത്ത് നിന്ന് ഇല്ലാതാകണം. അതങ്ങനെ ഇല്ലാതാവുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ അതിനൊരു ബോധവൽക്കരണം തന്നെയാണ്. ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റട്ടെ. വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും കൂടുതലും പെട്ടെന്ന് കല്യാണം കഴിച്ചു പോകണം, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് വരുന്നത്. അപ്പോൾ കൂടുതൽ നമ്മൾ എഡ്യൂക്കേഷൻ നൽകുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ആൾക്കാരെ ഇരുത്തി നിന്നൊക്കെ, കാരണം ഒരു ബോധം അവർക്ക് തന്നെ ഉണ്ടാകും. കാരണം നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റാനും, അതുപോലെ നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ട് ഇപ്പോൾ ഗേൾസിനാണെങ്കിലും തോന്നണം നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് ഇൻഡിപെൻഡന്റ് ആണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റണം, അല്ലെ? അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ നമുക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട, എനിക്കിത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഓരോ പെൺകുട്ടികളിലും ഉണ്ടാവട്ടെ. അപ്പം അതിനൊക്കെ ശൈശവ വിവാഹമൊക്കെ ഒരു തടസ്സമാണ്. അത് ഇല്ലാതാവട്ടെ എന്ന് തന്നെ നമുക്ക് ഇല്ലാതാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നടൻ സൗബിന്റെ ഓഫീസുകളിൽ റെയ്ഡ്. അതായത് സൗബിൻ ഷാഹിറില്ലേ, അപ്പം നടനും നിർമ്മാതാവും സംവിധായകനുമായ സൗബിൻ ഷാഹിറിന് പങ്കാളിത്തമുള്ള സിനിമാ നിർമ്മാണ വിതരണ സ്ഥാപനങ്ങളിലും വീട്ടിലും ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തി. സിനിമാ നിർമ്മാണത്തിനുള്ള പണത്തിന്റെ സ്രോതസ്, പണമിടപാടുകൾ എന്നിവ പരിശോധിച്ചു. നിർമ്മാണ സ്ഥാപനമായ SRM റോഡിലെ പറവ ഫിലിംസ്, വിതരണ സ്ഥാപനമായ പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നിവയുടെ ഓഫീസുകളിലടക്കം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച റെയ്ഡ് രാത്രി വൈകിയും തുടർന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച റെയ്ഡ് എന്ന് പറഞ്ഞാൽ രാത്രി വൈകിട്ടും തുടരുകയായിരുന്നു. അപ്പം നികുതി റിട്ടേണിലെ അവ്യക്തത, കണക്കുകൾ മറച്ചുവെക്കൽ എന്നിവ സംബന്ധിച്ച വിവരങ്ങളെ തുടർന്നാണ് റെയ്ഡ് എന്നാണ് വിവരം. അതായത് ഈ റെയ്ഡിനുള്ള പിന്നിലെ കാരണം എന്ന് പറഞ്ഞാൽ നികുതി റിട്ടേണിലെ അവ്യക്തത, കണക്കുകൾ മറച്ചുവെക്കൽ എന്നിവയൊക്കെ സംബന്ധിച്ചാണ് കൂടുതലായിട്ട് റെയ്ഡുകൾ നടന്നത്. പറവ ഫിലിംസ് നിർമ്മിച്ച മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയുടെ തുടർച്ചയാണ് റെയ്ഡ് എന്ന് സൂചനയുണ്ട്. അപ്പം മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടും വിവാദമായിരുന്നു. അപ്പം അതിനെ തുടർന്നാണ് ഈ റെയ്ഡെന്നും സൂചനകളുണ്ട്. പിന്നെ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാണത്തിന് നൽകി 7 കോടി രൂപയും ലാഭവിഹിതവും തിരിച്ചു നൽകിയില്ലെന്നും അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകിയിരുന്നു. അതെ, അപ്പം നിർമ്മാണത്തിന് നൽകി 7 കോടി രൂപയും ലാഭവിഹിതവും തിരികെ നൽകിയില്ലെന്ന് അരൂർ സ്വദേശിയായ സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകിയിരുന്നു. അപ്പം 40% ലാഭവിഹിതം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തതിനാലാണ് തുക നൽകിയത്. അപ്പോൾ ഇയാൾക്ക് 40% ലാഭവിഹിതം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് ഇയാൾ തുക നൽകിയത്. പക്ഷെ അത് തിരികെ കൊടുത്തില്ല. അപ്പോൾ സിനിമ വൻ വിജയം നേടിയെങ്കിലും തനിക്ക് ഒരു രൂപ പോലും നൽകിയില്ലെന്നായിരുന്നു സിറാജിന്റെ പരാതി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സിനിമാ നിർമ്മാണത്തിന് കള്ളപ്പണം വിനിയോഗിച്ചെന്ന സംശയത്തിൽ EDയും അന്വേഷണം നടത്തുന്നുണ്ട്. സൗബിനെ ED ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പം അതൊക്കെ കാണിക്കുന്ന ഏറ്റവും വലിയ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് സിനിമ എടുക്കുമ്പോൾ പൈസ കൊടുത്തിട്ട് ചെയ്തില്ലെന്നൊക്കെ പറയുന്നത്. കാരണം അവര് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പൈസ മുടക്കി എത്ര പേര് പ്രവർത്തിച്ചാലാണ്. അപ്പൊ അതിന് ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ മറ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെയൊക്കെയാണ്. അതെ.
അവർക്ക് ബാധിക്കുന്ന ഒരു കാരണം കാര്യമാണ്. അവരത്രയും വിശ്വസിച്ചായിരിക്കും. എന്നിട്ട് ഒരു രൂപ പോലും അത്രയും, അത് മാത്രമല്ല മഞ്ഞുമൽ ബോയ്സ് നല്ല ഹിറ്റായ മൂവിയായിരുന്നു. അപ്പം അതുപോലെ ലാഭം അതിന്, അപ്പം അവരെത്ര മുടക്കിയോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ലാഭം അതിന് കിട്ടിയിട്ടുണ്ട്. നല്ല ഹിറ്റായ മൂവിയായിരുന്നു. എന്നിട്ട് ഒരു രൂപ പോലും അദ്ദേഹത്തിന് കൊടുത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നവീൻ ബാബുവിൻ്റെ നവീൻ ബാബുവിൻ്റെ ഭാര്യയാണെങ്കിലും ഹൈക്കോടതിയോട് CBI വീണ്ടും കേസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നവീൻ ബാബുവിൻ്റെ മരണം കളക്ടർ പ്രതിരോധത്തിൽ. അതായത് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ആരോപണ നിഴലിൽ തുടരുന്ന കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ നീക്കം ശക്തമാക്കി പ്രതിഷേധം. അപ്പം കളക്ടർ അരുൺ K വിജയനെ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നും കേസ് CBIക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് പ്രതിഷേധങ്ങൾ അടുത്ത ആഴ്ച തുടക്കമാകും. അപ്പം കളക്ടറെ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്നും അതുപോലെ CBIക്കും കേസ് കൈമാറണമെന്നുമുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ അടുത്ത ആഴ്ച തുടക്കമാവുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം ശക്തമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധത്തിന് നീക്കം. അപ്പം CBI ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യ പറഞ്ഞ കാര്യം. അപ്പം കേസ് ഹൈക്കോടതി CBIക്ക് തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പം അത് മാത്രമല്ല അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയില്ല. അതെ. അത് മാത്രമല്ല അതിനകത്ത് കൊലപാതകമാണെന്നുള്ള വസ്തുതകൾ ഉണ്ടെന്ന് ഭാര്യയും ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് കൂടുതലും CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ശക്തമായി ആക്ഷേപങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസിൻ്റെ ഈ നീക്കം എന്ന് പറയുന്നത്. അപ്പോൾ കളക്ടർ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുവെന്നും നവീൻ ബാബുവിൻ്റെ വിഷയം ഉന്നയിച്ച വിരോധത്തിൽ K സുധാകരൻ MP-യുടെ പ്രതിനിധി ടി ജയകൃഷ്ണനെ ജില്ലാ വികസന സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയതും അതിന്റെ ഭാഗമാണെന്നുമാണ് ആക്ഷേപം. അപ്പോൾ ജില്ലാ കളക്ടറെ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നിഷ്പക്ഷമാകില്ലെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പറഞ്ഞു. അതെ, അപ്പം ജില്ലാ കളക്ടറെ നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നമുക്ക് സത്യസന്ധമായിട്ട് നമുക്കത് നടത്താൻ പറ്റില്ല. അപ്പോൾ CBI അനുകൂല സംഘടനകൾ ജോയിന്റ് കൗൺസിലും ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ കണ്ണൂർ കളക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചത്. അപ്പം കണ്ണൂരിലെ കളക്ടർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയിലും കളക്ടറുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ്. അപ്പം ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയിലും അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണെന്ന് നമ്മൾ അങ്ങനെ ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നു. കാരണം PP ദേവി അവിടെ ക്ഷണിക്കാതെ വന്നതാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗൂഢാലോചനയിലും ഈ കുറ്റകൃത്യത്തിലുമുള്ള കളക്ടറുടെ പങ്ക് എന്താണെന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം PP ദേവിക്ക് ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെ, അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു കളി നടക്കുന്നുണ്ടെന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒട്ടും തൃപ്തിയല്ല ഈ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക്. അതുകൊണ്ട് തന്നെ CBIക്ക് അന്വേഷണം കൊടുക്കണം എന്നുള്ളതാണ്. കൊലപാതകമാണെന്നുള്ള തെളിവുകൾ വരെ അവർ പറയുന്നു. അത്രത്തോളം അവർ ആത്മവിശ്വാസം അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനതിൻ്റെതായ ഒരു തെളിവെടുപ്പ് വേണം തന്നെയല്ലേ, കേസ് അന്വേഷണം വേണം തന്നെയാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. ഓക്കെ. അപ്പം ഈ കുടുംബത്തിന്റെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ അരുൺ K വിജയൻ PP ദിവ്യയുടെ സ്വാധീനത്തിലാണ്. അപ്പം കുടുംബം നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്ന കാര്യം ജില്ലാ കളക്ടർ അരുൺ K വിജയൻ PP ദിവ്യയുടെ സ്വാധീനത്തിലാണ്. പിന്നെ യാത്രയയപ്പ് ചടങ്ങിലെ ദിവ്യയുടെ സാന്നിധ്യത്തെപ്പറ്റി പരസ്പരവിരുദ്ധ മൊഴികൾ നൽകി കളക്ടർ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പം ജില്ലാ കളക്ടർ നൽകിയ മൊഴി പരസ്പരവിരുദ്ധമായിട്ടുള്ള മൊഴികളായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയത്. അപ്പം PP ദിവ്യനെ സംരക്ഷിക്കാനാണ് കളക്ടർ നോക്കുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പിന്നെ നവീനുമായി കളക്ടർക്ക് നല്ലൊരു ബന്ധമില്ല. നവീൻ ബാബുവും കളക്ടറും തമ്മിൽ നല്ല ബന്ധമില്ലെന്നായിരുന്നു ജീവനക്കാർ നൽകുന്ന മൊഴി. അതുപോലെ PP ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു തന്നെ വന്ന് കണ്ട് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞതായുള്ള കളക്ടറുടെ വാദം ജീവനക്കാരുടെ മൊഴി തള്ളുന്നു. ഓക്കെ. അപ്പോൾ PP ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നവീൻ ബാബു തന്നെ വന്ന് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞതായിട്ടുള്ള കളക്ടറുടെ വാദം ജീവനക്കാരുടെ മൊഴിയിൽ തള്ളുന്നുണ്ട്. പിന്നെ ADMന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയതിന് ശേഷമാണ് ADM തെറ്റ് പറ്റിയെന്ന് സമ്മതിച്ചതായി പിന്നീട് കോടതിയിൽ കളക്ടർ മൊഴി നൽകിയത്. ഈ മൊഴിയാണ് PP ദിവ്യ ജാമ്യാപേക്ഷയിൽ പ്രധാന വാദമായി ഉയർത്തിയത്. കളക്ടറുമായി നവീൻ ബാബുവിന് യാതൊരുവിധ ആത്മബന്ധം ഉണ്ടാവില്ലെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയും മൊഴി നൽകി. ഓക്കെ. അപ്പോൾ കളക്ടറുമായിട്ട് നവീൻ ബാബുവിന് യാതൊരു വിധത്തിലും ആത്മബന്ധം ഉണ്ടാവില്ലെന്ന് ഭാര്യയ്ക്ക് അറിയായിരിക്കും അത്. അപ്പം അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് നവീൻ ബാബുവിന്റെ ഈ കേസ് ഇതുവരെ നല്ലൊരു അന്വേഷണം തന്നെ അതിന് വരട്ടെ. അതിന്റെ ഒരു എന്താണ് അതിന്റെ വാസ്തവം എന്നുള്ളത് എത്രയും വേഗം തന്നെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പം നമ്മളിനി അടുത്ത സ്പോർട്സ് പേജിലോട്ട് പോകാം. ഇത് പറയാം. ഇതോ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു മംഗളത്തിന്റെ ഒരു ന്യൂസാണ്. വിലയിൽ പൊള്ളലും നീറ്റലും അടുക്കളയിൽ ചെലവേറുന്നു. അടുക്കള ബജറ്റിന്റെ താളം തെറ്റിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. നിത്യോപയോഗമായിട്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എങ്ങനെ ഇനി മുന്നോട്ടുള്ള ആൾക്കാരുടെ ജീവിതം, സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് താങ്ങാൻ പറ്റുന്നൊരു ഇതല്ല. പച്ചക്കറികൾക്കും പലവ്യഞ്ജനങ്ങൾക്കൊക്കെ വില കൂടുതൽ. സവാള, ഉള്ളി, വെളുത്തുള്ളി എന്നിവയുടെ വിലയാണ് ആഴ്ചകളായി കുറയാതെ നിൽക്കുന്നത്. തേങ്ങയുടെ കാര്യത്തിൽ ഏറ്റവും കനത്ത തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. തേങ്ങയ്ക്ക് വില കൂടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയ്ക്ക് വില കൂടും. കിലോയ്ക്ക് 70 തൊട്ട് 80 രൂപ വരെയാണ് വില വരുന്നത്. തേങ്ങാ വില വർദ്ധിച്ചപ്പോൾ വെളിച്ചെണ്ണ വിലയും കൂടി. അതെ, അത് തന്നെ പറയുന്നു. തേങ്ങാ വില വർദ്ധിച്ചുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ വിലയും കൂടിയിരിക്കുകയാണ്. വെളിച്ചെണ്ണ കിലോയ്ക്ക് 240 മുതൽ 260 രൂപ വരെയായി. ബ്രാൻഡഡ് വെളിച്ചെണ്ണയ്ക്ക് ഇതിലും അധികം നൽകണം. ചിലവർ ബ്രാൻഡഡ് തന്നെ നോക്കിയെടുക്കുന്നവരുണ്ട്. പക്ഷെ അതെല്ലാവരെ കൊണ്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും പറയുന്നത് 240 തൊട്ട് 260 രൂപ വരെയൊക്കെ ആയെന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാ കറിക്കകത്തും എല്ലാത്തിലും വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിലക്കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടിലാക്കും ജനങ്ങളെ. ഉൽപാദനം കുറഞ്ഞതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതുമാണ് നാളികേരത്തിനും ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിക്കാൻ കാരണം. സവാള വിലക്ക് കിലോയ്ക്ക് 80 രൂപയായിട്ട് ഒരു മാസത്തോളമായി ലഭ്യത കുറവ്. സവാളയുടെ വില കൂടിയിട്ട് നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കിലോയ്ക്ക് 80 രൂപയായിട്ട് ഒരു മാസത്തോളമായി അത് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് സവാളയുടെ കാര്യത്തിൽ എല്ലാവരും. ലഭ്യതക്കുറവാണ് ഇതിനും കാരണമായി പറയുന്നത്. മുമ്പ് കിലോയ്ക്ക് 20 തൊട്ട് 30 വരെയുള്ള ഇടയ്ക്ക് ആയിരുന്നു ഇതിന്റെ വില വന്നിരുന്ന സവാളയ്ക്ക്. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് സവാള കൃഷി വ്യാപകമായുള്ളത്. മൊത്ത വ്യാപാര കേന്ദ്രങ്ങളും അവിടെ തന്നെയാണ് ഉള്ളത്. ഒക്ടോബറിലെ കനത്ത മഴ സവാള കൃഷിക്ക് ഒക്ടോബറിലെ കനത്ത മഴ ഒരു തിരിച്ചടിയായാണ് സംഭവിച്ചത്. ഇതിന്റെ ഫലമായിട്ടാണ് കയറ്റുമതി ഇറക്കുമതിയിൽ തടസ്സങ്ങൾ വന്നതും ഇത് വില കൂടുതലിനുള്ളൊരു കാരണം. വെളുത്തുള്ളി വില ഒരു വേള കിലോയ്ക്ക് 440 രൂപയോളം എത്തി. അമ്പരിപ്പിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളി വാങ്ങിക്കാനൊക്കെ കടയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്താ സ്വർണം വാങ്ങിക്കാൻ വരുന്നതാണോ, അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ പറയാം. നേരം അത്രത്തോളം വിലയായിരുന്നു. നിലവിൽ ചില്ലറ വില 380 എത്തിയത് നേരിയ ആശ്വാസമാണെങ്കിലും മുമ്പ് 90 മുതൽ 120 വരെ ഉണ്ടായിരുന്നുള്ളൂ. കാലാവസ്ഥയിലെ മാറ്റങ്ങളാണ് വെളുത്തുള്ളിക്കും പ്രഹരമായത്. ചെറിയ ഉള്ളിക്കും ഇപ്പോൾ ഏറെ വില കൊടുക്കണം. കിലോയ്ക്ക് 80 രൂപയായിട്ട് മാസങ്ങളായി. ഉള്ളിയുടെ ഒരു ഇതൊക്കെ പറയുന്നത്, ഉള്ളി പുളിച്ച കണ്ണ് നീറുന്നതിന്റെ റിലേറ്റഡ് കുറെ വാർത്തകളൊക്കെ വന്നിരുന്നു. കാര്യം അത്രത്തോളം വിലയായിരുന്നു ഉള്ളിക്കും. അപ്പൊ അതൊക്കെ തന്നെയാണ് പറയുന്നത്. ഉള്ളിയൊക്കെ നമുക്ക് എല്ലാ കറിക്കകത്തും അത്യാവശ്യമാണ്. അതെ, പ്രത്യേകിച്ചും മലയാളികൾ ഉള്ളി ഒഴിവാക്കി നമുക്കൊരു കറിയില്ല. പുതിയ സീസണിലെ വിളവെടുപ്പിന് ശേഷമേ ഇനി വിലയിൽ കുറവുണ്ടാകാനിടയുള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കാം ഇതിങ്ങനെ പോവാതെ വിലക്കുറവ് വരട്ടെ, എന്നാലേ നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അതെ, സാധാരണക്കാരുടെ ബഡ്ജറ്റാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ഇതിലൂടെ. അതെ, അപ്പം വില കുറഞ്ഞ ഒരു എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിക്ക് ഒരു വില വരട്ടെ എന്ന്. ഇതിപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കയറ്റുമതി ഇറക്കുമതിയിലെ പ്രശ്നങ്ങളും കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളും ഒക്കെയാണ് അതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതൊക്കെ മാറി വില കുറയട്ടെ എന്ന് കുറയുന്നതിനെ പ്രതീക്ഷിക്കാം നമുക്ക്. വേണ്ടത് നമുക്ക് സ്പോർട്സ് പേജിലോട്ട് പോകാം. അപ്പം ശ്രീലങ്ക 42 റൺസിന് പുറത്ത്. അതായത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്ക 42 റൺസിന് പുറത്ത്. ടെസ്റ്റിൽ ലങ്കയുടെ ഏറ്റവും കുറഞ്ഞ സ്കോറും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീമിൻ്റെ കുറഞ്ഞ സ്കോറുമാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ശ്രീലങ്ക 42 റൺസിനാണ് പുറത്തായത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടെസ്റ്റിൽ ശ്രീലങ്കയുടെ ഏറ്റവും ചെറിയ സ്കോറും അതുപോലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്കോറുമാണ്. 83 പന്തിൽ ഇന്നിങ്സ് അവസാനിച്ചു. രണ്ടക്കം കടന്ന 2 പേർ മാത്രം. അപ്പോൾ 83 പന്തിൽ ഇന്നിങ്സ് അവസാനിച്ചു. 2 അക്കം കടന്നവർ 2 പേര് മാത്രമാണ്. 5 പേർ 0-ന് പുറത്തായി. 6.5 ഓവറിൽ 13 റൺസിന് 7 വിക്കറ്റ് എടുത്ത പേസ് ബൗളർ മാർക്കോ എൻസന് മുന്നിലാണ് ലങ്ക തകർന്നു വീണത്. ജെറാഡ് കുഡ്സെ 2ഉം കഗിസോ റബാഡ 1 വിക്കറ്റും നേടി. 13 റൺസ് എടുത്ത കമിന്ദു മെൻഡിസ് ആണ് ലങ്കയുടെ ടോപ്പ് സ്കോറർ. പിന്നെ 2 അക്കം തികച്ചത് ലാഹിരും കുമാര മാത്രമായിരുന്നു. ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിങ്സിൽ 191 റൺസിന് പുറത്തായിരുന്നു. അപ്പോൾ രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് തുടങ്ങിയ ദക്ഷിണാഫ്രിക്ക രണ്ടാം ദിനം വ്യാഴാഴ്ച കളി നിർത്തുമ്പോൾ 3 വിക്കറ്റിന് 132 റൺസിലെത്തി. അപ്പം ശ്രീലങ്ക പുറത്തായി 42 റൺസിന്.
ആണ് സ്പോർട്സിൻ്റെ ഒരു മെയിൻ ന്യൂസ്. ഓക്കെ, അപ്പം നമ്മളെല്ലാ അത്യാവശ്യം വാർത്തകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അല്ലേ? അതെ, ഇനി വീണ്ടും നമുക്ക് തെറ്റുകളൊക്കെ തിരുത്തി അതെ നല്ല വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. അതെ, അപ്പം നാളെ കാണാം.